ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 45 ബാലലീലകൾ. ശ്ലോകം 7. ഹലധരസഹിതസ്ത്വം യത്ര യത്രോപയാതോ വിവശപതിതനേത്രാസ്തത്ര തത്രൈവ ഗോപ്യഃ വിഗളിതഗൃഹകൃത്യാ വിസ്മൃതാപത്യഭൃത്യാ മുരഹരമുഹുരത്യന്താകുലാ നിത്യമാസൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. ഹലധര സഹിത സ്ത്വം യത്ര യത്രോപയാതോ വിവശ പതിത നേത്രാ സ്തത്ര തത്രൈവ ഗോപ്യ, അവിടെ വിസർഗം. വികളിത ഗൃഹകൃത്യ വിസ്മൃതാപത്യഭൃത്യ മുരഹര മുഹുർ അത്യന്താകുല നിത്യം ആസൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹലധര സഹിത, ബലരാമനോട് കൂടി, ത്വം അങ്ങ്, എത്ര എത്ര ഏതേതിടത്താണോ, ഉപയാത എത്തിയത്, വിവശപതിത നേത്ര ക്ഷീണം മൂലം പതിഞ്ഞ കണ്ണുകളോടു കൂടിയ, ഗോപ്യ ഗോപസ്ത്രീകൾ, തത്ര തത്ര ഏവ അവിടെവിടെയെല്ലാം തന്നെ, വികളിത ഗൃഹകൃത്യ വീഴ്ച വരുത്തിയ ഗൃഹകൃത്യങ്ങളോടു കൂടിയവരും, വിസ്മൃതാപത്യഭൃത്യ വിസ്മരിക്കപ്പെട്ട പുത്രന്മാർ ഭൃത്യന്മാർ എന്നിവരോടു കൂടിയവരുമായി, മുഹു വീണ്ടും വീണ്ടും, മുരഹര മുരാരി നിത്യം എന്നും, അത്യന്താകുല വളരെ ദുഃഖിതരായി, ആസൻ ഭവിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ഹലധര സഹിതസ്ത്വം. ഹലധര, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഹലധര സഹിത ത്വം, അത് ചേർത്തെഴുതുമ്പോൾ സ്ത്വം എന്നാവും. എത്ര യത്രോപയാതോ വിവശപതിത നേത്ര തത്ര തത്രൈവ ഗോപ്യ, അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. വികളിത ഗൃഹകൃത്യ വിസ്മൃതാപത്യഭൃത്യ, ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മുരഹര മുഹുരത്യന്താകുല നിത്യമാസൻ, അങ്ങനെ നിർത്താം. ഹലധര സഹിതസ്ത്വം യത്ര യത്രോപയാതോ വിവശപതിത നേത്രാസ്തത്ര തത്രൈവ ഗോപ്യ വികളിത ഗൃഹകൃത്യ വിസ്മൃതാപത്യഭൃത്യ മുരഹര മുഹുരത്യന്താകുല നിത്യമാസൻ. അടുത്തത് 8ാമത്തെ ശ്ലോകം. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപതമുപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയയുവതിലോകൈരർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവവിപക്വം ദുഗ്ധമപ്യാഭിപസ്ത്വം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. പ്രതിനവ നവനീതം ഗോപികാദത്തം ഇച്ഛൻ കളപദം ഉപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയയുവതിലോകൈർ അർപ്പിതം സർപ്പിർ അശ്നൻ ക്വചന നവ വിപക്വം ദുഗ്ധം അപ്യാപിപസ്ത്വം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രതിനവനവനീതം പുതിയ വെണ്ണ, ഗോപികാദത്തം ഗോപസ്ത്രീകളാൽ നൽകപ്പെട്ട, ഇച്ഛൻ ആഗ്രഹിച്ചുകൊണ്ട്, കളപദം മധുരപദങ്ങൾ കലർത്തിയാൽ എന്ന പോലെ, ഉപഗായൻ പാടുന്നവനും, കോമളം മനോഹരമായി, ക്വാപി ചിലയിടത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ, നൃത്യൻ നൃത്തം ചെയ്യുന്നവനും, സദയ യുവതി ലോകൈ ദയയുള്ള യുവതികളാൽ അർപ്പിതം നൽകപ്പെട്ട സർപ്പി വെണ്ണ അശ്നൻ കഴിക്കുന്നവനും, ക്വചന ചിലയിടത്ത്, നവവിപക്വം പുതിയതായി കാച്ചിയ, ദുഗ്ധം അപി പാലും,
ആപിബ കുടിക്കുന്നവനുമായി തീർന്നു ത്വം അങ്ങ്. നമുക്കിതിലെ അക്ഷരങ്ങളൊക്കെ ഒന്ന് നോക്കാം. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ. ഛ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അച്ഛൻ എന്നൊക്കെ ഉള്ളതിലത്തെ ഛ എന്നാണ്. കളപദമുപഗായൻ. കളപദം ദ എന്നുള്ളത് ദയിലത്തെ. കോമളം. ക്വാപി ക്വാ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. നൃത്യൻ. സദയ യുവതി ലോകൈരർപ്പിതം. സർപ്പിരശ്നൻ. സ്ന അത് ശ്രദ്ധിച്ചോളൂ. ശ എന്നുള്ളതിൻ്റെ അടിയിൽ ന ചേർത്ത് ചൊല്ലണം. സ്ന. ക്വചന. നവവിപക്വം. ദുഗ്ധം അപ്യാപിബസ്ത്വം. ദുഗ്ധം ഗ ധ ചേർത്തിട്ടാണ് ദുഗ്ധം. അപ്യാപിബത്വം ചേർത്തിട്ട് എഴുതുമ്പോൾ സ്ത്വം എന്നാവും. ബ എന്നുള്ളത് ബാലൻ എന്നൊക്കെ ഉള്ളതിലത്തെ ബ എന്നാണ്. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ. കളപദമുപഗായൻ. കോമളം ക്വാപി നൃത്യൻ. സദയയുവതി ലോകൈരർപ്പിതം. സർപ്പിരശ്നൻ. ക്വചന നവവിപക്വം. ദുഗ്ധമപ്യാപിബസ്ത്വം. ഹരിനാരായണ ഗോവിന്ദ. ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.